സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതുപോലെ എപ്പോഴാണ് ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടത്, എപ്പോഴാണ് ഒരു സ്റ്റോക്ക് വിൽക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് യൂണിവെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിനുശേഷം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറേയധികം കമൻറ്റാണ് എങ്ങനെയാണ് യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതല്ല, എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ എന്താണ് യൂണിവെസ്റ്റ് ആപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നതിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഓരോ വീഡിയോയോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറേയധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. മാർക്കറ്റ്സ്, പിന്നെ സ്ക്രീനേഴ്സ്, പിന്നെ ട്രേഡ് ഐഡിയാസ്, പിന്നെ മൾട്ടി ബഗേഴ്സ്, കമ്മോഡിറ്റി, പിന്നെ വെബിനാർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറച്ച് മോർ എന്ന് പറഞ്ഞ് കുറേയധികം ഓപ്ഷൻസ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ ആപ്പിനാവും വഴി നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് പെയ്ഡ് വേർഷനിലാണ്. അപ്പോൾ എങ്ങനെയാണ് പെയ്ഡ് വേർഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് തന്നെ കാണുന്നത്, ഞാനിവിടെ കുറേയധികം ഓപ്ഷൻസ് കാണിച്ചു. അതിൽ ഫസ്റ്റ് കാണുന്ന മാർക്കറ്റ് എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ മുകളിൽ മാർക്കറ്റ് എന്ന് കാണാം, മാർക്കറ്റ്സ്. അത് കഴിഞ്ഞ് ഇക്വിറ്റി, പിന്നെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിയാമെന്നുള്ളവർക്ക് മാത്രമാണ് ഈ ആപ്പ് ഉപയോഗിച്ചിട്ടും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പെയ്ഡ് വെർഷൻ എടുത്തത് കൊണ്ടോ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മാർക്കറ്റ്, ഇക്വിറ്റി, ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇക്വിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ഏതെങ്കിലും കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ട്രേഡ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. ഇക്വിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാൽ നമുക്കിവിടെ നിഫ്റ്റി 50, പിന്നെ സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബോക്സിലായിട്ട് മൂന്ന് ഓപ്ഷൻ കാണാം. ഇത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളിതാ ഇതുപോലെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ മാർക്കറ്റിലുള്ള ആ മൂവ്മെൻറ്റ്, ആ നിഫ്റ്റി 50 എന്ന് പറയുന്ന ആ ഇൻഡെക്സിൻ്റെ എത്ര ആണ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്കിവിടെ കാണാം. അതുപോലെ സെൻസെക്സിൻ്റെതും നിഫ്റ്റി ബാങ്കിൻ്റെതും കാണാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഗ്രീൻ കളറിൽ, പച്ച കളറിൽ 34 അല്ലെങ്കിൽ 33 എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ 118. അത്രയും ശതമാനം ഇന്ന് മാർക്കറ്റ് മുകളിലേക്കാണ്. അതായത് ഇത് പച്ച കളർ, ഗ്രീൻ കളർ ആണെങ്കിൽ ഇത് മാർക്കറ്റ് മുകളിലേക്കാണെന്നും ഇത് റെഡ് കളറാണെങ്കിൽ മാർക്കറ്റ് താഴേക്കാണെന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർമാരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആപ്പിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് ഡെയിലി ഫ്രഷ് ബ്രേക്കൗട്ട്, വീക്കിലി ബ്രേക്കൗട്ട്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നിഫ്റ്റി 50 എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ട് കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് ഇങ്ങനെ താഴേക്ക് മുകളിലേക്ക് പോയിട്ടാണ്. നമ്മൾ ആപ്പിൻ്റെയോ ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മൊബൈലിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാൻ. ഇനി നമുക്ക് വലിയ ചാർട്ട് നോക്കണം, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കണമെങ്കിൽ ഇവിടെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞ് തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ് ഈ മൊബൈൽ ആപ്പിനകത്തും. അപ്പോൾ നമുക്ക് കണ്ടോ എത്രത്തിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വന്നത്. ഇവിടെയും നമുക്ക് ഇൻഡെക്സും അതുപോലെ എത്ര പ്രൈസ് ചേഞ്ച് ആയെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നിഫ്റ്റി 50ക്ക് അകത്തുള്ള കണ്ടോ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക്. അപ്പോൾ നിഫ്റ്റി 50 എന്ന് പറയുന്നത് എന്താണെന്നെങ്കിലും അറിയാമെന്നുള്ളവർക്ക് മാത്രമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 50 ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കമ്പനികളുടെ
ഒരു ഇൻഡെക്സ് ആണ്, ഒരു പട്ടികയാണ് ഇവരിവിടെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്റ്റോക്ക് ഹോൾഡിങ്സ് 50 എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നമുക്ക് കണ്ടോ ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, പവർ ഗ്രിഡ്, UPI, ONGC. അപ്പോൾ ഇതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികളെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇവിടെ LTP എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എന്നാണ്. ഇവിടെ നമുക്ക് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ വേണമെങ്കിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നത്തെ ഗെയിൻ ആൻഡ് ലോസ്, വില കൂടുതലും കുറവും നോക്കിയിട്ടോ ലോസ് ആൻഡ് ഗെയിൻ നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലാണ്, ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത എത്ര പെർസെൻറ്റേജ് വില കൂടി 50 സ്റ്റോക്കിനകത്ത് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ സ്റ്റോക്ക് ഏതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സ്റ്റോക്ക് ഏതാണെന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഏറ്റവും നല്ല സ്റ്റോക്ക് അല്ലെങ്കിൽ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കൊക്കെ നമുക്ക് ഇവിടെ നിന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ നിഫ്റ്റി 50യിലേക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് താഴേക്ക് നമുക്കിവിടെ ഈ ചാർട്ട് തന്നെ ഒരാഴ്ചത്തെ ചാർട്ട് നമുക്ക് നോക്കാൻ പറ്റും, ഒരു മാസത്തെ ചാർട്ട് നോക്കാം, 6 മാസത്തെയോ 5 വർഷത്തെയോ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഈ ചാർട്ടിലേക്ക് നമുക്ക് എൻട്രി എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് വേണമെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ താഴേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ടോപ്പ് ഗെയിനേഴ്സായിട്ട് ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള ഇന്നത്തെ നിഫ്റ്റിക്കകത്തുള്ള ഏറ്റവും നല്ല സ്റ്റോക്ക് ഏതാണ്, 50 സ്റ്റോക്കിനകത്തുള്ളതെന്ന് കാണാം. അതുപോലെ ഏറ്റവും ഇന്ന് വില കുറഞ്ഞ സ്റ്റോക്ക് നിഫ്റ്റിക്കകത്തുള്ള, അപ്പോൾ ഏറ്റവും ധൈര്യപൂർവ്വം അല്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ അത്രയും ധൈര്യമില്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണല്ലോ നിഫ്റ്റി 50യിലുള്ളത്. അപ്പോൾ അതിൽ ഇന്ന് വില കുറഞ്ഞ സ്റ്റോക്ക് ഏതാണെന്ന് കാണണമെങ്കിൽ ടോപ്പ് ലോസേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റോക്കുകളുടെയും 50 സ്റ്റോക്കുകളുടെയും ഡീറ്റെയിലും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത്. അതേ സംഭവം തന്നെയാണ് നമുക്ക് ഈ സെൻസെക്സ് എന്ന് പറയുന്നതിൽ. സെൻസെക്സ് എന്ന് പറയുന്നത് 30 സ്റ്റോക്കുകളുടെ ഒരു ചാർട്ടാണ്. നമുക്കിവിടെ 30 എന്ന് കാണാം. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് BSE അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസെക്സിൻ്റെ പട്ടികയിലുള്ള 30 സ്റ്റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് വരുന്ന സ്റ്റോക്ക് ഏതൊക്കെയാണ്, 12 എണ്ണമാണ് വരുന്നത്. അതും നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ നമ്മൾ ഈ നിഫ്റ്റിക്കകത്തുള്ള തന്നെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ടാറ്റ സ്റ്റീലിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാനിവിടെ ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കിവിടെ ഈ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ടാറ്റ സ്റ്റീലാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇത് നല്ലതാണോ, നിയർ ടൈം ഇപ്പോൾ ഇത് വാങ്ങാൻ നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇത് നല്ലതാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഇത് അത്ര നല്ലതല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് നാച്ചുറൽ, ഫണ്ടമെൻ്റൽ നാച്ചുറൽ, ലോങ് ടൈം ട്രെൻഡ് വീക്കാണ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് ലോങ് ടൈം ട്രെൻഡ് എന്ന് പറഞ്ഞ തന്നെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കുറേയധികം ഓപ്ഷൻസുകളൊക്കെ താഴോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ FANO, നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് റിസൾട്ട് നോക്കാൻ പറ്റും. ഓരോ ക്വാർട്ടറിൽ എത്രയാണ് അതിൻ്റെ റിസൾട്ട്, പിന്നെ ന്യൂസ് ആൻഡ് ഈവൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ നിഫ്റ്റിക്കകത്തുള്ള ഏത് സ്റ്റോക്കും, നിഫ്റ്റി 50ക്കകത്തുള്ള ഏത് സ്റ്റോക്കും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്നും ഈ പട്ടികയിലുള്ള ഈ ഇൻഡെക്സുകളിലുള്ള സ്റ്റോക്ക് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ ഈ ഒരു ഒറ്റ ഓപ്ഷൻ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഡെയിലി ഫ്രഷ് ബ്രേക്കൗട്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ വീക്കിലി ബ്രേക്കൗട്ട്. അപ്പോൾ ഡെയിലി ഫ്രഷ് ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതായത് റിസ്ക് കുറച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ റിസ്ക്കാണ്. എന്നിരുന്നാലും അപ്പോൾ നമുക്ക് ഈ ഡെയിലി ഫ്രഷ് ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്കൗട്ട് ആവുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ആയ സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും.
വി മാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബ്രേക്കൗട്ട് പ്രൈസ് 3820 ഇപ്പോഴുള്ളത്. അപ്പോൾ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്, 3990 കാണാം. പാറ്റേൺ ഫ്ലാറ്റ് ബേസ് ആണെന്നും കാണാം. അപ്പോൾ നമ്മൾ ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളുണ്ട്, ആ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് AMBER എന്ന് പറഞ്ഞ ആംബർ എൻ്റർപ്രൈസസിൽ വന്നിട്ടുള്ള പാറ്റേൺ. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ചാർട്ടുകളെ പറ്റി അനാലിസിസ് ചെയ്യുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് ഇന്നും ബ്രേക്കൗട്ട് ആയ സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാണോ എന്ന് നോക്കാം. വളരെയധികം ശരിയാണ്, കണ്ടല്ലോ. ഇതാ ഇങ്ങനെ പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഒരൊറ്റയടിക്ക് ബ്രേക്കൗട്ടായി പോയത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇത് രാവിലെ നമുക്ക് നോക്കി ഇന്നും ബ്രേക്കൗട്ട് ആവുന്ന സ്റ്റോക്ക് ഏതാണ്. ഇനി നമ്മൾ ബ്രേക്കൗട്ട് ആയി പോയി എന്നിരുന്നാലും നമ്മൾ ആ ബ്രേക്കൗട്ടായ സമയത്താണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടോ ബ്രേക്കൗട്ടായി കയറി പോകുന്നുണ്ടോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തില്ലെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്കൗട്ട് ആവുന്ന സമയത്ത് നോക്കിയാൽ പോലും നമുക്കിതാ ഇവിടെ നിന്ന് കിട്ടിയാൽ പോലും നമുക്ക് വീണ്ടും കുറേ അധികം കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത് ആംബർ നോക്കിക്കഴിഞ്ഞാലും ഇതാ കണ്ടോ ബ്രേക്കൗട്ടായി തിരിച്ച് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ബൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡെയിലി ബ്രേക്കൗട്ട് ആവുന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീക്കിലി, അപ്പോൾ കുറച്ച് ഷോർട്ട് ടൈം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതായത് ഒരു സിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് വീക്കിലി ബ്രേക്കൗട്ട് ഉള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ വീക്കിലി ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആ ഡേ ചാർട്ടാണ്. അപ്പോൾ അതിലും നമുക്ക് ഇവിടെ ബ്രേക്കൗട്ടായ പ്രൈസ് അതൊക്കെ നോക്കി നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാതിരിക്കണം, എന്നാൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം റിസ്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡുകൾ എടുക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ബൈ ഇൻ ഷോർട്ട് ടൈമിലേക്ക് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഇതെല്ലാം തന്നെ നമുക്ക് പെയ്ഡ് വെർഷനാണ്. നമ്മൾ പൈസ കൊടുത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാത്ത ഒരു ഓപ്ഷനും ഇവിടെ വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിഡക്ഷൻ കിട്ടുന്നതിൻ്റെ കോഡൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെയ്ഡ് വെർഷനും ചെറിയൊരു എമൗണ്ടിന് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഫസ്റ്റ് വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും.